ഹലോ നമസ്കാരം. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ സാധാരണ പോകുന്നത് പോലെ ഞാൻ കൽപ്പാത്തി അമ്പലത്തിലാണ് പോയി കഴിഞ്ഞ് ശിവൻ്റെ അമ്പലത്തിൽ പോയാൽ എനിക്ക് ഭയങ്കര ഭയങ്കര സമാധാനമാണ്. ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പോകുന്നത് പോലെ ഇന്ന് പോയതാണ്. അപ്പം 21 തീയതി മുതൽ 25 തീയതി വരെ മഹാകുംഭാഭിഷേകമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് യാഗപൂജയോടനുബന്ധിച്ച് 100 കണക്കിന് ബ്രാഹ്മണരാണ് അവിടെ വന്നിരിക്കുന്നത്. പൂജകൾ നടത്താൻ. അതുപോലെ ഋഗ്വേദവും പുരാണവും അങ്ങനെ വേദങ്ങളെല്ലാം അവിടെ പുച്ഛരിച്ചുകൊണ്ട് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട് സ്റ്റൈലാണ്. അമ്പലങ്ങളിലൊക്കെ പോയാൽ നമ്മൾ കാണുന്ന ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ അവിടെ. ശരിക്കും പറഞ്ഞാൽ കാശിക്ക് പാതി കൽപ്പാത്തി എന്നാണല്ലോ പറയാറ്. അപ്പം ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ കണ്ണിനെ കാണാനും മനസ്സ് നിറഞ്ഞ് അങ്ങനെ അമ്പലത്തിൽ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളെല്ലാവർക്കും പോകാൻ പറ്റുന്നവരെല്ലാം പോവുക. നാളെയും കൂടിയുണ്ട്. 25 തീയതി വരെയാണ്. അപ്പോൾ അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പിടിച്ചു. ഇതിലിടാനാ എടുത്തോട്ടെ. ലൈവ് പോകുന്നതാ. പെട്ടോട്ടെ. നമുക്ക് അവിടെ हर हर नमः पार्वती पतये हर हर महादेव உலகம் யாவையும் தாமுள வாக்களும் நிலைபெறுத்தலும் நீக்கலும் நீங்கிலா அழகிலா விளையாட்டு உடையார் அவர் தலைவர் அன்னவர்க்கே சரணாங்களே என்கின்ற கம்பா சக்கரவர்த்தியுடைய வாக்கிற்கிணங்க எல்லோருக்கும் எல்லாமா இருந்து அருள்வாழ்ந்து கொண்டிருக்கக்கூடிய அருள்மிகு ஸ்ரீ விசாலாட்சி அம்பா சமேத விஸ்வநாத சுவாமியினுடைய புனருத்தாரண மகா கும்பாபிஷேக பெருஞ்சாந்தி திருவிழாவினுடைய யாக பூஜைகளாகப்பட்டது செப்பனே நடந்து கொண்டிருக்கின்ற இந்த வேளையிலே 6ஆம் கால யாகவேனுடைய துவக்கமாக நிகழ்ச்சிகளை இட்ட வண்ணமாக மங்களங்களை எல்லாம் அருளக்கூடிய மங்கள இசையோடு துவங்க பெற்று ஈசனோடு ஒன்றக்கூடிய தேவாராதி திருவாசகங்களை எல்லாம் இங்கே ஆச்சாரிய